നീ ആ ടി വി ഒന്ന് വെച്ച് നോക്കിക്കേ, ന്യൂസ് ചാനൽ. അതിലെന്താ? ഇങ്ങോട്ട് അധികം ചോദിക്കാൻ നിൽക്കാതെ പോയി ടി വി ഓൺ ചെയ്യടി. രുദ്രൻ ശകാരിച്ചപ്പോൾ ചുണ്ടുളുക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു ചെന്ന് ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു. രുദ്രൻ അത് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിരുന്നു. ആദ്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞതും സുലോചനയും ഫിലിപ്പോസും പോലീസിന്റെ പിടിയിൽപ്പെട്ടത് വാർത്തയിൽ തെളിഞ്ഞു. ഫിലിപ്പോസ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചിരുന്നു. നിദ്ര ഞെട്ടിപ്പോയിരുന്നു അത് കണ്ടിട്ട്. പ്രതികരിക്കാത്തതിൻ്റെ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയ രുദ്രൻ തൻ്റെ ശത്രുക്കളെ കൂടി തിരിഞ്ഞു പിടിച്ചു വീഴ്ത്താൻ തുടങ്ങിയതിനെക്കുറിച്ച് ഓർക്കവേ അവൾക്ക് അവനോട് ഒരുപാട് സ്നേഹവും കടപ്പാടുമെല്ലാം തോന്നിപ്പോയി. ആരാ മോളെ ഇത്? അങ്ങോട്ടേക്ക് വരികയായിരുന്ന ഗായത്രി ദേവി ആ ന്യൂസ് കണ്ടതും ടി വിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിദ്ര അവരുടെ നേർക്ക് തിരിഞ്ഞു. അമ്മേ, ഇവരാണ് അന്നെന്നെ ഹോട്ടലിലേക്ക് എത്തിച്ച സ്ത്രീ. അയാളാണ് എന്നെ തുടർന്ന് പറയാൻ കഴിയാതെ നിദ്ര ടി വിയിലേക്ക് വിരൽ ചൂണ്ടി. അവൾ കരയുന്നത് കാണുക ഗായത്രി ദേവി പകച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്തു. സാറാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. രുദ്രൻ കാരണമാണ് ഈ അവസ്ഥയിലേക്ക് താൻ എത്തിയത്. യഥാർത്ഥത്തിൽ രുദ്രനല്ല, നിദ്ര കാരണമെന്ന് അവൾ മനസ്സിൽ തിരുത്തി. അവൾക്ക് വേണ്ടി രുദ്രൻ ചെയ്യുന്ന പ്രതികാരങ്ങളെല്ലാം സാറ അറിയുന്നുണ്ടായിരുന്നു. അതെല്ലാം അവളുടെ മനസ്സിൽ പക ആളിപ്പടർത്താൻ കാരണമായി. ആൽവിൻ അപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാറ എത്രയൊക്കെ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ആൽവിൻ ഉടുമ്പ് പിടിച്ചത് കണക്ക് അവളുടെ ഫ്ലാറ്റിൽ തൂങ്ങി പിടിച്ചു നിന്നു. ഒരു വൈകുന്നേരം അവൻ ചായയിട്ട് അവൾക്ക് നേരെ നീട്ടി. സാറ ടി വിയിലെ ന്യൂസ് എല്ലാം കണ്ടാകെ ഭ്രാന്തിയെ കണക്കെ ഇരിക്കുന്ന അവസരമായിരുന്നു അത്. ഈ ചായ കുടിച്ചേ, ഒന്ന് ഉഷാറാക്. എന്നിട്ടേ നാളൊരു ഷൂട്ടുണ്ട്. നീ ഒന്ന് സഹകരിച്ച ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. ചിരിയോടെ ആൽവിൻ ചായ നീട്ടിയത് കണ്ട് സാറ വെറുപ്പോടെ അവൻ്റെ കയ്യിൽ നിന്നും ആ ചായക്കപ്പ് തട്ടിമാറ്റി. കപ്പ് നിലത്ത് വീണ് 100 കഷ്ണങ്ങളായി ഉടഞ്ഞു. എന്നിട്ട് സാറ അവനിൽ നിന്നും മുഖം വെട്ടിച്ചിരുന്നു. ആൽവിൻ്റെ മുഖം മുറുങ്ങി. ഡി ആൽവിൻ ഉറക്കെ അലറി വിളിച്ചതും സാറ ഞെട്ടിത്തിരിഞ്ഞു. ആൽവിൻ്റെ ഞരമ്പ് വള്ളിഞ്ഞ് മുറുകിയ മുഖം കാണെ സാറ തരിച്ചിരുന്നു പോയി. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങിയിരുന്നു. ആൽവിൻ നേരെ വന്നവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. സാറ ശ്വാസം കിട്ടാതെ പിഴഞ്ഞുപോയി. എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷേ ആഹാരം മുന്നിൽ കൊണ്ടുവന്ന അത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. ആൽവിൻ അലറി. സാറയുടെ കണ്ണുകൾ തുറിച്ചു വന്നപ്പോൾ അവൻ അവളെ കിടക്കയിലേക്ക് കുടഞ്ഞെറിഞ്ഞു. അത്രയും ദേഷ്യത്തിൽ അവനെ സാറ കാണുന്നത് ആദ്യമായിരുന്നു. എപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചാലും ഒരു ചെറുപുഞ്ചിരിയോടെയല്ലാതെ അവനെ കണ്ടിട്ടില്ല മുമ്പൊരിക്കലും. അതവളെ ഭയപ്പെടുത്തി. അതിന് നിനക്കൊക്കെ ഇതിൻ്റെ വിലയറിയുമോ? കുറച്ച് പണം കിട്ടാൻ ആർക്കൊപ്പം കിടക്കാൻ തയ്യാറല്ല നീ? പണിയെടുത്ത് ഉണ്ടാക്കാൻ വയ്യ. പുച്ഛത്തോടെ അവൻ അവൾക്ക് നേരെ ചീറി. സാറ കഴുത്തിൽ പിടിച്ചു ചുമച്ചുകൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി. അവൾക്ക് നല്ല പോലെ ദേഷ്യം വന്നു. ഓ, നിനക്കും വേദാന്തം പറയാൻ അറിയുമോ? ഞാനും നീയും ചെയ്യുന്നതിൽ എന്ത് വ്യത്യാസം? എന്നിട്ട് വലിയ കാര്യം പറയാൻ വന്നിരിക്കുന്നു. സാറ പുച്ഛത്തിൽ മുഖം വെട്ടിച്ചു. ആൽവിനൊന്ന് അവളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അതിലൊരു വ്യത്യാസമുണ്ട് മോളെ. ഞാൻ ആരെയും ചതിച്ചിട്ടല്ല ഈ പണി ചെയ്യുന്നത്. എന്നിട്ടാണോ നീ എന്നെ ചതിച്ച് എൻ്റെ വീഡിയോ? സാർ അവനെ തുറിച്ചു നോക്കി. മറ്റുള്ളവരെ ചതിച്ച് നിനക്ക് എന്തുമാകാം. അവർ നിനക്കിട്ട് തിരിച്ചു പണിഞ്ഞ അത് മാത്രം സഹിക്കില്ലല്ലേ? ആൽവിനൊന്ന് പൊട്ടിച്ചിരിച്ചു പോയി. സാറൊന്നും പറഞ്ഞില്ല. എടി, ഇനിയെങ്കിലും നന്നാകാൻ നോക്ക്. മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് മാത്രം നോക്കിയിരുന്നാലേ സ്വന്തം ലൈഫ് എന്നൊന്നും ഉണ്ടാകില്ല. നീയാണോ എന്നോട് നന്നാകാൻ പറയുന്നത്? പോൺ ഫിലിം എടുക്കുന്ന നീ. കണ്ണുകളിൽ എരിയുന്ന പരിഹാസത്തോടെ സാറ അവന് നേരെ ചീറി. ആൽവിനൊന്ന് ശ്വാസമെടുത്തുകൊണ്ട് അവളുടെ അരികിലിരുന്ന് അവളെ നോക്കി. ഞാനിത് നിർത്താം. നീ നല്ല മനസ്സോടെ എന്നെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുമോ? അത്രയും നേർത്തതായിരുന്നു അവൻ്റെ സ്വരം, ആത്മാർത്ഥവും. സാറൊന്നും പറയാതെ അവനെ തുറിച്ചു നോക്കിയിരുന്നു. ആൽവിൻ സാറയെ തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും പോസിറ്റീവായ മറുപടി അവളുടെ നാവിൽ നിന്നും വീഴുന്നതും കാത്ത്. നിന്നെ ഉപദ്രവിക്കണമെന്നൊരു തോന്നൽ കൊണ്ടൊന്നും കൂടെ കൂടിയതല്ല. നിന്നെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്നും ഞാൻ നിന്നെ വെറുതെ ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ. എല്ലാം പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാണ് നീയെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൈ നോക്കാടോ. ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ആൽവിൻ പറഞ്ഞപ്പോൾ സാറ അവന് നേരെ നോക്കി ചീറി. ഒരുത്തനെ മാത്രമേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ.
അത് രുദ്രൻ മാത്രമാണ്. ഇപ്പോൾ ഒരുത്തി വന്നവനെ തട്ടിയെടുത്തു എന്ന് കരുതി ഞാനും അവനും തമ്മിൽ മുമ്പുണ്ടായിരുന്ന പ്രണയമൊന്നും അങ്ങനെ അങ്ങ് പോകില്ല. എനിക്കത് ഉറപ്പാ. നിന്നെ പോലെ ഒരുത്തിന് വേണ്ടി സാറ സെറ്റിലാകുകയുമില്ല. ഓർത്തോ നീ. സാറ വിരൽ ചൂണ്ടി അവൻ്റെ നേർക്ക് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആൽവിൻ ആ പോക്കും നോക്കി പോക്കറ്റിൽ കൈകൾ തിരുകി അങ്ങനെ തന്നെ നിന്നു. ഇവൾ ഇനിയും അങ്ങേരുടെ കയ്യിൽ നിന്നും കുറെ വാങ്ങിക്കൂട്ടും. ഈ പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിട്ടാലാണൊന്ന് നേരെയാകുക എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറ ചവിട്ടിത്തുള്ളി പോകുന്നത് നോക്കി ആൽവിൻ ചിരിയോടെ പറഞ്ഞു. ഗായത്രി ദേവി കുറെ നേരം നിദ്രയുടെ കൂടെ തന്നെയായിരുന്നു, അവളെ തനിയെ വിടാതെ. അവൾക്ക് അതുകൊണ്ട് തന്നെ രുദ്രനെ അന്നേരം ഫോൺ ചെയ്യാൻ കഴിഞ്ഞില്ല. രുദ്രൻ കുറേ നേരം അവളുടെ കോളിനായി കാത്തിരുന്നെങ്കിലും പിന്നീട് അവൻ അവൻ്റെതായ തിരക്കുകളിലേക്ക് ഊളിയിടുകയും ചെയ്തു. ഗായത്രി ദേവി അരികിൽ നിന്നു മാറിയ നേരം രുദ്രനെ നിദ്ര വിളിച്ചു നോക്കിയെങ്കിലും അവന് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി മുഴുവൻ കുറേ നേരം ഫോണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിദ്ര ഉലാത്തുകയായിരുന്നു. അവൻ്റെ ഒരു കോളിന് വേണ്ടി, വേറൊന്നുമല്ല. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ. എന്തിനാണ് തനിക്ക് വേണ്ടി സ്വന്തം ഇമേജ് പോലും നോക്കാതെയുള്ള ഈ തീക്കളി കളിക്കുന്നത് എന്നറിയാൻ. ഒരേ സമയം അവൾക്ക് കരച്ചിലും സന്തോഷവും വരികയായിരുന്നു. അവൻ വന്നേക്കുമോ എന്ന് കരുതി ബാൽക്കണിയിലെ ഗ്ലാസ് ലോക്ക് ചെയ്യാതെയാണ് നിദ്ര ഇപ്പോഴായി ഉറങ്ങുന്നത് പോലും. രാത്രിയായിട്ടും അവൻ വന്നിട്ടില്ലെന്ന് കണ്ടാൽ മാത്രം അവൾ അത് ലോക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഇന്നിനി വരണ്ട എന്നൊരു മെസ്സേജും അവൻ അയക്കും. അന്ന് രാത്രിയും അവനെ കാണാതെ വന്ന നിദ്ര കട്ടിലിൽ മെല്ലെ കയറി കിടന്നു. പരിഭവവും നിരാശയും കൊണ്ട് അവൾക്കാകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓരോന്ന് ആലോചിച്ച് അവളങ്ങനെ കിടന്ന് മയങ്ങിപ്പോയി. രുദ്രൻ വന്നതും 2 കൈകളും കൂപ്പിവെച്ച് അതിൻ്റെ മേലെ തലവെച്ച് കിടക്കുന്നവളെ നേരെ നോക്കി കുറേ നേരം അവൾക്കരികിൽ തറയിൽ മുട്ടുകുത്തിയിരുന്നു പോയി. കരിമഷി പടർന്ന അവളുടെ കൂമ്പിയ കണ്ണുകളും അല്പം വിടർന്നു തൊടുത്ത അതരങ്ങളും ചുവന്ന കവിൾത്തടവും നോക്കി എത്ര നേരമായി അവൻ അങ്ങനെ ഇരിക്കുന്നു. അവളൊന്ന് തിരിഞ്ഞു കിടന്നതുമല്ലേ ആ കൈകൾ അവൻ്റെ മുഖത്ത് തലോടി തിരിഞ്ഞതാണ് നിദ്ര. ഞെട്ടിയുണർന്ന് സ്ഥലകാലബോധമില്ലാത്തവളെ പോലെ അവളൊന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് തറയിൽ മുട്ടുകുത്തി കട്ടിൽ കൈകൾ വെച്ച് അതിന്മേൽ തലചായ്ച്ച് തന്നെ നോക്കുന്ന രുദ്രനെ അവൾ കണ്ടത്. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് പോയി നിദ്ര. എന്നിട്ട് അവൻ്റെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തു പിടിച്ചു. രുദ്രനും അവൾക്കൊപ്പം എഴുന്നേറ്റു നിന്നു. ഇതെപ്പോ വന്നു? കുറേ നേരമായോ? ഷോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തെന്നെ വിളിക്കാഞ്ഞേ? നിദ്ര കണ്ണുകളാകെ അവൻ്റെ മുഖത്തേക്ക് പായിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് രുദ്രനൊന്ന് ചിരിച്ചു. ഉറക്കം കളഞ്ഞല്ലേ ഞാൻ? എന്തൊരു ഉറക്കായിരുന്നു പെണ്ണേ. ഞാനത് കണ്ടിരുന്നിട്ടേ നിന്നെ വിളിക്കാൻ മറന്നുപോയി. അവൻ അവളെയും ഇരുകൈകളിൽ പൊക്കിയെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. നിദ്രയുടെ ഉള്ളം തുടിക്കുകയായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നത് പോലെ. അവൻ സ്ഥിരം അവളെയും കൊണ്ടിരിക്കുന്ന ബീൻ ബാഗിലേക്കല്ലാതെ അരിമുല്ല പടർത്തിവിട്ട ഭാഗത്തേക്കാണ് പോയത്. അതിപ്പോൾ ഏകദേശം ടെറസ് മുഴുവൻ വ്യാപിച്ച മട്ടാണ്. അതിൻ്റെ മറ്റേ അറ്റത്തായി കുലകുലച്ച് പൂക്കുന്ന നീല കോളാമ്പികളും ഇപ്പോൾ ഗായത്രി വെച്ച് പടർത്തിയിട്ടുണ്ട്. അതിലും പൂക്കളിട്ട് തുടങ്ങിയിരിക്കുന്നു. അവളെയും കൊണ്ട് അതിൻ്റെ ചുവട്ടിലെ നീല കോളാമ്പികൾ കൊഴിഞ്ഞു വീണിടത്തേക്ക് രുദ്രം ചെന്നു. ഒരു ചൂരലിൻ്റെ ഊഞ്ഞാൽ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ അവനിരുന്നിട്ട് അവളെയും പിടിച്ച് മടിയിലിരുത്തി. ഒരിളം മഞ്ഞ ചുരിദാറായിരുന്നു അവളുടെ വേഷം. അവൻ സാധാരണ വരാറുള്ള വേഷത്തിലും അവൻ്റെ മടിയിൽ നിന്ന് ചെരിഞ്ഞിരുന്ന് അവൻ്റെ മുഖം മുഴുവനായും കാണാൻ പറ്റുന്ന പാകത്തിനിരുന്നിട്ട് നിദ്രാചുമലിലൂടെ മുടികൾക്കിടയിൽ കൈകടത്തി വലിച്ചുകൊണ്ടിരുന്നു. ഷേ, ഇതിലും ഭേദം അന്നത്തെ നൈറ്റ് ഡ്രസ് തന്നെയായിരുന്നു. ഇതിപ്പോ എങ്ങും ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കുറുമ്പോടി അവൻ അവളുടെ കെട്ടിവെച്ചിരിക്കുന്ന മുടിയിഴകൾ മുഴുവൻ കൈകടത്തി അടിച്ചിട്ടെല്ലാം മുന്നിലേക്കിട്ട് പറഞ്ഞപ്പോൾ നിദ്ര ഒന്ന് കുലുങ്ങി ചിരിച്ചുപോയി. ഞാനൊന്നേ ബാത്റൂമിൽ പോയി വരട്ടെ? നിദ്ര പെട്ടെന്ന് ചോദിച്ചു. വേഗം വരുവോ? അതോ ഞാനിവിടുന്ന് ശശിയാകുമോ? നിന്റെ അമ്മ കണ്ട എന്നെ ഓടിക്കും. എൻ്റെ അമ്മയോ? നിദ്ര പതിയെ പറഞ്ഞിട്ട് അവൻ്റെ മീശയിൽ മെല്ലെ വലിച്ചു വിട്ടു. പിന്നല്ലാതെ കാമുകിയെ കാണാൻ രാത്രി അവളുടെ വീട്ടിൽ വേലി ചാടി വരുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ വീടാണെന്ന് തന്നെ ഞാൻ മറന്നുപോയി. രുദ്രൻ തമാശ പോലെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. അവളുടെ മുഖം വാടി. അതവന് മനസ്സിലായപ്പോൾ രുദ്രൻ വെറുതെ അവളുടെ കവിളിൽ ഒന്ന് നുള്ളി വലിച്ചു. പോയിട്ട് വാ നീ, ഞാനിവിടെ ഇരുന്നോളാം. രുദ്രൻ കണ്ണ് ചിമ്മി പറഞ്ഞപ്പോൾ നിദ്രമെല്ലെ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. പോകില്ല കേട്ടോ, ഞാനിപ്പോൾ വരാമേ.
ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് നിദ്ര വേഗം മുറിയിലേക്ക് ഓടി. അവനൊന്ന് മൂളിക്കൊണ്ട് കൈകൾ കൊണ്ട് കണ്ണിന് മീതെ വെച്ച് സ്വിങ്ങിൽ ചാരിയിരുന്ന് ആടാൻ തുടങ്ങി. ഒരു 10 നിമിഷം. അപ്പോഴേക്കും അവളുടെ കാൽ പെരുമാറ്റം അവൻ കേട്ടു. കണ്ണുകൾ തുറക്കാതെ നിദ്ര വന്ന് മടിയിലിരിക്കുന്നതും കാത്തവൻ അങ്ങനെ കിടന്നു. നിദ്ര വന്ന് അവൻ്റെ മടിയിൽ മെല്ലെ ഇരുന്നിട്ട് ആ താടി രോമങ്ങൾ മറച്ചിത്തിരി കാണാവുന്ന കവിളിൽ അമർത്തി ചുംബിച്ചു. ശരീരമൊന്ന് കുളിർന്നതും രുദ്രൻ മെല്ലെ കൺതടങ്ങളിൽ നിന്നും കൈയെടുത്തു മാറ്റി. അവൻ്റെ ഹൃദയം വിറച്ചുപോയി. ഒരു വെളുത്ത ട്രാൻസ്പെറൻറ്റ് സാരിയും ഉടുത്ത് മുടിയാകെ അഴിച്ചു നിവർത്തി ഒരു വെള്ളക്കല്ലിൻ്റെ പൊട്ടും കുത്തി നിദ്ര ഒരു നാണം കലർന്ന ചിരിയോടെ അവൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അവളൊരു ദൈവകന്യകയാണെന്ന് തോന്നിപ്പോയി അവന്. അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ സാരിയും ഉടുത്ത് അവൾ അങ്ങനെ മുന്നിലിരിക്കുമ്പോൾ രുദ്രൻ്റെ ഹൃദയം ആവശ്യത്തിലധികം പിടച്ചുപോയി. അരക്കെട്ടിൽ കൈയമർത്തി അവളെ ദേഹത്തോട് ചേർക്കുമ്പോൾ മേഘത്തുണ്ട് നെഞ്ചിൽ കിടക്കുന്ന അത്രയും ലാഘവം തോന്നി അവന്. നീ എന്നെ കേടാക്കുമല്ലേ? മനഃപൂർവ്വം അതിനു വേണ്ടി തന്നെ വന്നതല്ലേ നീ ഇങ്ങനെ? അവളുടെ കാതിലെ കമ്മലടക്കം വായിലുള്ളിലാക്കി കാതിലൊന്ന് കടിച്ചു രുദ്രൻ പറഞ്ഞപ്പോൾ നിദ്ര അമർത്തി ചിരിച്ചു. അന്നവൻ സാരി ഉടുത്ത് വരാൻ കുറേ പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മയിലായിരുന്നു നിദ്ര. എന്താ പെണ്ണിൻ്റെ ഉദ്ദേശം? എനിക്കറിയില്ല. കള്ളച്ചിരിയോടെ നിദ്ര ചുമല് വെട്ടിച്ചു. പെട്ടെന്നൊരു ഇടികുടമുണ്ടായി. നിദ്ര ഞെട്ടലോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. രുദ്രൻ അവളെ ഇരു കൈകളാലും പൊതിഞ്ഞു പിടിച്ചു. മഴ പെയ്യുമല്ലോ പെണ്ണേ. രുദ്രൻ പറഞ്ഞു തീർന്നതും ആദ്യത്തെ മഴത്തുള്ളി അവൻ്റെ കവിളിലും മറ്റൊന്ന് അവളുടെ നഗ്നമായ പുറത്തും വീണലിഞ്ഞു. മഴ നനുത്ത് പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇടയ്ക്കിടെ അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മാറോടറ്റാൻ പ്രേരിപ്പിക്കും വിധം ഒരു ഇടിയും. അവരിരുവരും നനയുകയായിരുന്നു ഒരുമിച്ചൊരു മഴയിൽ. നിദ്രയുടെ നീളൻ മുടിയിഴകൾ മുഴുവനായും മഴ നനച്ചു തുടങ്ങിയിരുന്നു. അതിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന തുള്ളികൾ അവളെയും നനയിച്ചു. വെളുത്ത് സാരിയാകെ ശരീരം അനാവൃതമാകും വിധം നനഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ ഉള്ളം തുടിച്ചു. മഴ പെയ്ത് മുഖം മുഴുവൻ വെള്ളം നിറയുമ്പോൾ കണ്ണുകൾ ശരിയായി തുറക്കാനും അവനെ കാണാനും വയ്യാത്ത അവസ്ഥ. ഉള്ളം തണുത്ത് വിറകൊള്ളുമ്പോഴും 2 മനസ്സുകൾ മാത്രം ചൂട് പിടിച്ചിരുന്നു. ശ്രമപ്പെട്ട് നിദ്ര കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടിരുന്നു. മഴവെള്ളം കണ്ണിൽ പതിച്ചതങ്ങനെ പിന്നെയും കൂമ്പിയടഞ്ഞവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. പക്ഷേ അവളെ മാത്രം നോക്കിയിരിക്കുന്ന ഒരുത്തനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് കാഴ്ച മറയ്ക്കുന്ന മഴയല്ല, പകരം അവളായിരുന്നു. സിരകളിലൂടെ പടർന്നു കരയുന്ന ഒരു തരം ലഹരി അവളെ കാണുന്തോറും തോന്നി അവന്. കൂമ്പിയടഞ്ഞ കൺപീലികൾ തിങ്ങി നിറഞ്ഞ മാൻപേടമിഴികളും വളഞ്ഞു പെയ്യാൻ നിൽക്കുന്ന ധനുസുകൾ പോലുള്ള പുരികക്കൊടികളും പാതി വിടർന്ന് പനിനീർദളങ്ങൾ പോലുള്ള അവളുടെ ചുവന്നു തൊടുത്ത അതരങ്ങളും വെൺശംഖ് പോലെയുള്ള കഴുത്തും അവൻ്റെ നില തെറ്റിക്കുകയാണ്. കാർമേഘം പെയ്യാൻ നിൽക്കുന്ന പോലുള്ള ആ നീലക്കണ്ണുകളിൽ അവൻ വീണലിഞ്ഞു പോകുകയാണ്. രുദ്രൻ്റെ പാവം മാറിയ നോട്ടം കണ്ട് പിടഞ്ഞാണ് നിദ്ര അവൻ്റെ മടിയിലിരിക്കുന്നത്. അവൻ്റെ കണ്ണുകളാദ്യം അവളുടെ മുഖമാകമാനം ഓടി നടന്നിരുന്നു. അതിപ്പോൾ സ്ഥാനവ്യതിചലനം സംഭവിച്ച് അവളുടെ കഴുത്തിൽ അലയുകയാണെന്ന് കണ്ടപ്പോൾ നിദ്ര ശ്വാസമെടുക്കാൻ പോലും മറന്നിരുന്നു പോയി. തൊണ്ടക്കുഴിയിൽ കണ്ണുകൾ ചെന്നെത്തി അവൻ്റെ കണ്ണുകൾ അവളിൽ തുളഞ്ഞു കയറുന്നത് പോലെ ആയപ്പോൾ നിദ്രയിൽ നിന്നൊരു ഏങ്ങലുയർന്നു. ആ സമയം അരക്കെട്ടിൽ കൈമുറുക്കി അവൻ അവളെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർത്തമർത്തി. ഞാനൊന്ന് തൊട്ടുപോലുമില്ലല്ലോ, അതിനു മുന്നേ നീ ഇങ്ങനെ ക്ഷീണിച്ചോ? മഴയിൽ നനഞ്ഞ അവൻ്റെ പതിഞ്ഞു വിറയാർന്ന കൊതിപ്പിക്കുന്ന സ്വരം കാതുകളിൽ വീണതും നിദ്രയൊന്ന് കുളിർന്നു. അവൻ ആ ചുവന്ന മഴയിൽ നനഞ്ഞു വെള്ളം പറ്റിയിരിക്കുന്ന അതരങ്ങൾ കടിച്ചെടുക്കാൻ തീർത്താൽ തീരാത്ത കൊതി വന്നിട്ടും രുദ്രൻ അത് മെല്ലെ അടക്കി. അവൻ്റെ വിറയ്ക്കുന്ന വിരൽ വന്ന ആ നെറ്റിയിൽ നിന്നും അവളുടെ നാസികത്തുമ്പിലേക്ക് വിരൽ ചലിപ്പിച്ചപ്പോൾ നിദ്ര തളർന്നു പോയി. ഇനിയും ഉള്ളിലെ താപം താങ്ങാൻ വയ്യെന്ന പോലെ അവൾ അവൻ്റെ ദേഹത്ത് നിന്നും പിന്നിലേക്ക് ആഞ്ഞു വീഴാൻ തുടങ്ങിയതും രുദ്രൻ മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിമുറുക്കി. അങ്ങനെ തന്നെ വായുവിൽ അവളെ താങ്ങി. പക്ഷെ അവൻ ആ ചെയ്തി അവസാനിപ്പിച്ചിരുന്നില്ല. അവൻ്റെ വിരലുകൾ അവളുടെ നാസിക തുമ്പും കടന്ന് ആദരങ്ങൾ വഴി പാഞ്ഞതും നിദ്രയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെയായി.
അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞതും അവളുടെ മുഴുവൻ ഭാരവും രുദ്രനിലായി. മഴയിൽ ഇരുവരും ശ്വസിക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ കൂടുതൽ ശ്വാസമുട്ടലുണ്ടാക്കി.